ശ്യാമളെ, ചേട്ടൻ്റെ അസുഖത്തിന് ഇപ്പം എങ്ങനെയുണ്ട്? ഒന്നും പറയാറായിട്ടില്ല ഏട്ടാ, കൂടുതലാണ്. അവിടെയാണെങ്കിലാ കാശ് ഏത് വഴിക്കൊക്കെ ചെലവാവണേന്ന് ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ. ആൾക്കാർ പിരിച്ചതെന്ന് തീർന്ന്, കടം മേടിച്ചതെന്ന് തീർന്ന്, ഇനി എന്ത് ചെയ്യുമെന്ന് ദൈവത്തിന് എനിക്ക് മാത്രം അറിയാം. മോളെ അപ്പം വല്ല സർക്കാർ ആശുപത്രി കൊണ്ടുപോയാൽ പോരായിരുന്നാ? അതിന് നമ്മുടെ ഇവിടുത്തെ സർക്കാർ ആശുപത്രിയിൽ ന്യൂറോളജി ഡോക്ടർ ഇല്ലല്ലോ. അത് തന്നെയല്ല, അന്നേരത്തെ ആദിക്ക് ഇവിടെ കൊണ്ടുപോയാലും ജീവൻ കിട്ടണേന്നല്ലേ ഓർക്കണത്. അങ്ങനെ ഓടിപ്പിടിച്ച് കൊണ്ടുപോയതാണ്. അത് ഇങ്ങനെയുമായി. അല്ല, അപ്പം ഈ കെട്ടാൻ പണിയിപ്പിച്ചവന് ഒന്നും തന്നില്ലേ? തട്ടൊടിഞ്ഞ് താഴെ വീടുന്നതിന് അയാൾ എന്ത് ചെയ്യാനാന്ന് നമ്മളോട് ചോദിക്കണം. എന്ത് പറയാനാണ് നമ്മുടെ വിധി? അതെ, ആകേണ്ടായിരുന്ന വീടങ്ങോട്ട് പണയം വെച്ച് അതിൻ്റെ കാശായത്. ഇതും കൂടി ഉള്ളൂ ഇനി. പോട്ടേട്ടാ, ചേട്ടനവിടെ ഒറ്റക്കാണേ. സിസ്റ്റർ ഉണ്ണിയേട്ടനെവിടെ? നിങ്ങളിത് എവിടെയായിരുന്നു ഇത്ര നേരം? ഞാൻ വീട്ടിൽ പോയതാ. വീട് പണയം വെച്ചിട്ടുണ്ടായി. അപ്പം ആ പൈസ റെഡിയായിന്ന് പറഞ്ഞ ബാങ്കിൽ നിന്ന് വിളിച്ചു. പേഷ്യന്റിനെ ഐസിയുലേക്ക് മാറ്റിയേക്കാണ്. വന്ന ഉടനെ ഡോക്ടറെ കാണാൻ പറഞ്ഞിട്ടുണ്ട്. എന്താ പറ്റി? പെട്ടെന്നൊരു സുഖമില്ലായ്മ. വാ. ഡോക്ടറെ, മയ്യത്തയോ? പഠിച്ച റബ്ബേ, ഇപ്പം എന്താ കാട്ടുക? ഇവർക്ക് ബന്ധുക്കളില്ലേ? ആരെയുണ്ടോ? കൂടെ ഇയാളുടെ വൈഫ് മാത്രമേ ഉള്ളൂ. വേറെ ആരുമില്ല, ബന്ധുക്കളാരുമില്ല. അത് ഇവരുടെ പ്രേമ കല്യാണമായിരുന്നേ. അപ്പൊ അതിന്റെ എതിർപ്പ് കാരണം വീട്ടുകാരൊന്നും വീട്ടിൽ കയറ്റിയിട്ടില്ല. ഒറ്റയ്ക്കാ പാവങ്ങൾ താമസിക്കുന്നത്. ഇതൊക്കെ എങ്ങനെ ഇയറിഞ്ഞ്? കുറച്ച് ദിവസമായാലോ ഇയാളെ ഇവിടെ കൊടുത്ത് ചികിത്സിപ്പിക്കണം. അപ്പൊ അവര് സംസാരിക്കുന്നത് കേട്ട് മനസ്സിലായതാ. ബന്ധുക്കൾ അറിയിച്ചോ? അതിന് ബന്ധുക്കൾ പേഷ്യന്റിന്റെ വൈഫ് വന്നിട്ടുണ്ട്. അപ്പോ ഇത്ര നേരം അവരിവിടെ ഉണ്ടായിരുന്നില്ലേ? ഇല്ല, അവരുടെ കയ്യിലെ പൈസ തീർന്നു. അപ്പൊ എന്തോ വീട് പണയം വെച്ച പൈസ മേടിക്കാൻ വേണ്ടി പോയതാ. വീട് പണയം വെച്ചിട്ട് പൈസ ഇട്ട് വന്നോ? എന്തൊരു കഷ്ടാണ്. മറിമായം.